ഹൈ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം, വി ആർ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ശരിയല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഇക്വേഷൻസ് ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഓൾറെഡി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ട് അല്ലേ? യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഇക്വേഷൻസ് ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. അത് തന്നെയാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് താഴെയുള്ളത്. ഓക്കെ, എന്താണ് ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ 2π × √L/g. ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയാം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ LHSലുള്ള ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എഴുതുക. എന്താണ്? ക്യാപിറ്റൽ ടി തന്നെയാണ്. ഈസ് ഈക്വൽ ടു 2π. 2π എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. ദെൻ ഇൻസൈഡ് ദ റൂട്ട് വി ക്യാൻ ടേക്ക് ദ ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഈസ് ക്യാപിറ്റൽ L ആൻഡ് ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് L(t⁻²). ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ എല്ലും ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ടി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/t⁻² എന്ന് കിട്ടും. അതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു √T² ആണ് അല്ലേ? ശരിയല്ലേ? ഇതിനൊന്നുകൂടി മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി അല്ലേ? ദാറ്റ് ഈസ് LHS ഈക്വൽ ടു എന്താണ്? RHS ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻസ് can be checked using the principle of homogeneity. അതായത് ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ചാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം, എന്തായിരുന്നു? ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ എന്താവണം? സെയിം ആവണം. ശരിയല്ലേ? സോ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, the given equation is correct if all terms in the LHS and RHS of the equations have the same dimensions. ശരിയല്ലേ? ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ഡയമെൻഷനലി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? ½ mv² = mgh, where m is the mass of the body, v is its velocity, g is the acceleration due to gravity and h is the height. Okay, m mass ആണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ശരിയാണെന്ന് ചെക്ക് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? ½ mv² = mgh. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുക. നമുക്കറിയാം, ഹാഫ് എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഒഴിവാക്കാം. മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. വെലോസിറ്റി ഡയമെൻഷൻ L(t⁻⁻1) ആണ്. അതിൻ്റെ ഓൾ സ്ക്വയർ എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M, g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല L(t⁻²). എച്ചിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ L. ശരിയല്ലേ? ഇതൊന്ന് മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? m × L(t⁻⁻1) സ്ക്വയർ L² അല്ലേ? ഈസ് ഈക്വൽ ടു m × L × L L² × t⁻². LHS RHS നോക്കൂ, രണ്ടും എന്താണ്? സെയിം ആണ്. സോ LHS ഈക്വൽ ടു RHS അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ h ഈസ് ഈക്വൽ ടു fv² / L. f is the force, v is the velocity, L is the angular momentum. Find the dimension of h. നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്.
ആ ഇക്വേഷനിൽ നിന്ന് എച്ചിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇക്വേഷൻ എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു എഫ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ഇതിൽ നിന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഡയമെൻഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എച്ചിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ് കാണേണ്ടത്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്? എം എൽ ടി റേസ് ടു -2 ആണ്. വെലോസിറ്റിയുടേത് എൽ ടി റേസ് ടു -1 അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല വരുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്. ശരിയല്ലേ? ഇനി ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ ടി റേസ് ടു -1 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ടി റേസ് ടു -2 ഓൾ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ ടി റേസ് ടു -1. ഇവിടെ നമുക്ക് എമ്മും എമ്മും ക്യാൻസൽ ചെയ്യാം, അതുപോലെ എൽ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? ഡയമെൻഷൻ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഈ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു -2 എന്ന് പറയുമ്പോൾ ടി റേസ് ടു -4 ആണ് വരിക അല്ലേ? ഡിവൈഡഡ് ബൈ ടി റേസ് ടു -1 മുകളിലേക്ക് പോകുമ്പോൾ ടി റേസ് ടു +1 എന്ന് വരും. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -3. അതുകൊണ്ട് എച്ചിൻ്റെ ഡയമെൻഷൻ ഫോർമുല വരുന്നത് എൽ ടി റേസ് ടു -3 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡയമെൻഷണൽ മെത്തേഡ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ദ യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഫോർ ദ എബോവ് പർപ്പസ്. ഓക്കെ, ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ഡയമെൻഷൻസ് പ്രൂവ് 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ 10⁵ ഡൈൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ്. അതുപോലെ ഡൈൻ എന്ന് പറയുന്നത് CGS യൂണിറ്റ് ഓഫ് എന്താണ്? ഫോഴ്സ് ആണ്. ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എടുക്കുക. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ML T raised to -2. ശരിയല്ലേ? ഇനി അതിൻ്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ സെക്കൻഡ് റേസ് ടു -2 അതിന് നമുക്ക് ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. അതായത് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ? ഇനി ഇതിനെ നമ്മൾ CGS യൂണിറ്റിലേക്ക് മാറ്റിയാൽ മതി. അതായത് 1 ഇൻറ്റു കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുക, ദാറ്റ് ഈസ് 10⁻³ ഗ്രാം. മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക, ദാറ്റ് ഈസ് 10⁻² സെൻറ്റിമീറ്റർ. സെക്കൻഡ് എന്ത് തന്നെയാണ്? സെക്കൻഡ് തന്നെയാണ് CGSലും. ഇനി നമ്മൾ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? 10⁵ ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 10⁵ ഡൈൻ ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ഈസ് ചെക്ക്ഡ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. നമുക്കറിയാം, ഫോർ എൻ ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു a പ്ലസ് bt പ്ലസ് ct സ്ക്വയർ, where x ഈസ് ഇൻ മീറ്റർ, t ഈസ് ഇൻ സെക്കൻഡ്, വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് b? അതായത് നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ b എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അവിടെ x മീറ്ററിലാണെന്നും t സെക്കൻഡിലുമാണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്നത് ലെങ്ത് ആണ്, t എന്ന് പറയുന്നത് ടൈമാണ്. മനസ്സിലായില്ലേ? ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഇക്വേഷൻ എടുക്കുക. x ഈസ് ഈക്വൽ ടു a പ്ലസ് bt പ്ലസ് ct സ്ക്വയർ. ഇനി നിങ്ങളിവിടെ എന്ത് അപ്ലൈ ചെയ്യുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എന്താ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്? നിങ്ങൾക്കറിയാം ഇവിടെ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട് RHSൽ? LHSൽ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, RHSൽ 1, 2, 3 ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്താ ഉള്ളത്? പ്ലസ് സൈൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ആഡ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ആഡ് ചെയ്യണമെങ്കിൽ ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാം എക്സിൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണ്? എയുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് BT, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് CT സ്ക്വയർ. ശരിയല്ലേ? ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? B ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അറിയുന്ന ക്വാണ്ടിറ്റി ഏതാണ്? X ആണ്. X ലെങ്ത് ആണെന്ന് അറിയാം. അതുപോലെ T എന്ന് പറയുന്നത് ടൈം ആണെന്നും അറിയാം. ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഏതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണെന്ന് എഴുതുക? BT ഈക്വൽ ആണെന്ന് എഴുതുക. കാരണം എയുടെയും CT സ്ക്വയറിൻ്റെയും ഡയമെൻഷൻ നമുക്കറിയില്ല. ഓക്കെ, അതുകൊണ്ട് നോൺ ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുക. സോ ഡയമെൻഷൻ ഓഫ് x ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് BT എന്ന് എഴുതാം. ദെർഫോർ ഡയമെൻഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് x ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് T. ഡയമെൻഷൻ ഓഫ് x എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് ലെങ്ത് ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ L ഡിവൈഡ് ബൈ ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ T എന്ന് കിട്ടും. ദെർഫോർ ഡയമെൻഷൻ ഓഫ് B ഈസ് LT raised to -1 എന്ന് കിട്ടും. അതായത്
വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് ആരുടെ ഡയമെൻഷൻ, ബിയുടെ ഡയമെൻഷൻ. മനസ്സിലായില്ലേ? ഇതേ ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്തിട്ട് എന്ത് കാണാൻ ചോദിക്കാം? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് സി എന്ന് ചോദിക്കാം, അതും അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ സി എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഇങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. ട്രൈ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, സി ആൻഡ് എ ബൈ സി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: പിക്ക് ഔട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂണിറ്റുകൾ ഏതാണ്? സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ന്യൂട്ടൺ, ജൂൾ. നമുക്കറിയാം ഇതിൽ ഏതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്? സെക്കൻഡ് ആണ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്, ന്യൂട്ടണും ജൂളും എല്ലാം എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റുകളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളുണ്ട്. ശരിയല്ലേ? ആ യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഡിറൈവ്ഡ് യൂണിറ്റ് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി റോ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇ ഈസ് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യൂസിങ് ദ എബോവ് പ്രിൻസിപ്പിൾ അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചുകൊണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണിത് ഡിറൈവ് ചെയ്യുന്നത് അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ വെലോസിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കണം. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വി പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെയാണ് ഡിപ്പെൻഡൻസ് ഉള്ളത് എന്നറിയില്ല, അതുകൊണ്ട് പവറായിട്ട് എയും ബിയും കൊടുക്കുക. സോ റോ റേസ് ടു എ, ഇ റേസ് ടു ബി എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ റേസ് ടു എ, ഇ റേസ് ടു ബി എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാം. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എൽ ടി റേസ് ടു -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഒഴിവാക്കാം. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എം എൽ റേസ് ടു -3 ആണ്, ഓൾ റേസ് ടു എ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഓൾ റേസ് ടു ബി എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ എൽ ടി റേസ് ടു -1 ഈസ് ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു -3 എന്ന് എഴുതാം. ഓക്കെ, അടുത്തതിൽ വരുന്നത് എം റേസ് ടു ബി, എൽ റേസ് ടു -b, ടി റേസ് ടു -2b എന്ന് എഴുതാം. ശരിയല്ലേ? ഇതിന് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ കിട്ടുന്നതാണ് എൽ ടി റേസ് ടു -1 ഈസ് ഈക്വൽ ടു എം റേസ് ടു എ ഇൻറ്റു എം റേസ് ടു ബി എന്ന് പറയുമ്പോൾ എം റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാം അല്ലേ? അതുപോലെ എൽ റേസ് ടു -3a ഇൻറ്റു എൽ റേസ് ടു -b എന്ന് പറയുമ്പോൾ എൽ റേസ് ടു -3a -b എന്ന് കിട്ടും. ആൻഡ് ഫൈനലി ടി റേസ് ടു -2b. ശരിയല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലുള്ള ഒരേ ക്വാണ്ടിറ്റികളുടെ പവർ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് സിമിലർ ടേംസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെയുള്ള കേസിൽ മാസിൻ്റെ പവർ എത്രയാണ്? എ പ്ലസ് ബി ആണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ എച്ച് എസിൽ വരുന്നത് എത്രയാണ്? 0 ആണ്. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിനെ മാറ്റി എഴുതിയാൽ എ ഈസ് ഈക്വൽ ടു -b എന്ന് കിട്ടും. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് ലെങ്ത്തിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ലെങ്ത്തിൻ്റെ പവർ -3a -b. എൽ എച്ച് എസിൽ വരുന്നത് എൽ റേസ് ടു 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലേ? -3a -b ഈസ് ഈക്വൽ ടു 1. അതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ? നമ്മൾ ഓൾറെഡി പഠിച്ചു എ ഈസ് ഈക്വൽ ടു -b ആണെന്ന് പഠിച്ചു, അതുകൊണ്ട് എയുടെ സ്ഥാനത്ത് -b കൊടുക്കാം. സോ -3 ഇൻറ്റു -b, -b ഈസ് ഈക്വൽ ടു 1 കിട്ടും. ദാറ്റ് ഈസ് 3b - b ഈസ് ഈക്വൽ ടു 1 കിട്ടും അല്ലേ? അതിനെ മാറ്റി എഴുതിയാൽ 2b ഈസ് ഈക്വൽ ടു 1 കിട്ടും. ദെർഫോർ b ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടൈമിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യാം. ടൈമിൻ്റെ പവർ എത്രയാണ്? -2b ആണ്. എൽ എച്ച് എസിൽ വരുന്നത് -1 ആണ്. ദാറ്റ് ഈസ് -2b ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ദെർഫോർ b ഈസ് ഈക്വൽ ടു 1/2. രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്നത് b ഈസ് ഈക്വൽ 1/2 ആണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്നത് ടൈമിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുന്നതായിരിക്കും. ശരിയല്ലേ? ഇനി ബിയുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ കിട്ടുക? എ ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എയുടെയും ബിയുടെയും വാല്യൂ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ കൊടുക്കുക. വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ റേസ് ടു എ, എയുടെ സ്ഥാനത്ത് -1/2 കൊടുക്കാം. ഇ റേസ് ടു ബി, ബിയുടെ സ്ഥാനത്ത് 1/2 കൊടുക്കാം. ഓക്കെ, ദെർഫോർ വി ഈസ് ഈക്വൽ ടു കെ ഇ റേസ് ടു 1/2. റോ റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ റോ റേസ് ടു 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു
ഇ ഡിവൈഡ് ബൈ റോ ഓൾ റേസ് 1/2 എന്ന് എടുക്കാം. കോമൺ ആയിട്ട് പവർ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് ഇ ബൈ റോ എന്ന് എഴുതാം. ഓക്കെ, ഓൾ റേസ് 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. ഇനി ഇവിടെയുള്ള കേസിൽ കെയുടെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore, this is equal to root of E divided by rho. This is a very important question. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. അല്ലേ, ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. സോ ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. കിലോ വാട്ട് അവർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും അതിൻ്റെ ഡയമെൻഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻ. ഒന്നാമത്തെ തന്നിരിക്കുന്നത് mL(T⁻⁻1) ആണ്. ഇത് ഏതിൻ്റെതാണ്? മൊമെൻറ്റം അല്ലേ, മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണിത്, അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയാം. രണ്ടാമത്തെ തന്നിരിക്കുന്നത് mL²T⁻2 ആണ്. ഇത് ഏതിൻ്റെ ഡയമെൻഷനാണ്? വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി, അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയാം. അതിൻ്റെ എല്ലാം ഡയമെൻഷൻ എന്താണ്? mL²T⁻2 ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് വെദർ ദ ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് L/G. ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് നോക്കുക, പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ടു മെഷർ ഡിസ്റ്റൻസ് we use different units. Which of the following is the largest unit of length? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് പല യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നത് ഏതാണ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്നാണ് ചോദ്യം. ആൻസർ പാർസെക് ആണ്. പാർസെക് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്. അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഇൻ ദ ഗിവൺ പെയേഴ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത് തന്നിരിക്കുന്നത് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. രണ്ടിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താണ്? T⁻⁻1 ആണ്. ആംഗുലാർ വെലോസിറ്റി T⁻⁻1 ആണ്, ഫ്രീക്വൻസിയും T⁻⁻1 ആണ്. ആംഗുലാർ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഫ്രീക്വൻസി ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് വർക്ക് ആൻഡ് എനർജിയാണ്. വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL²T⁻2 ആണ്, എനർജിയുടെയും mL²T⁻2 ആണ്. രണ്ടും എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. വർക്കും സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, എനർജിയും സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് ആംഗിൾ ആൻഡ് സ്ട്രെയിൻ. ഇത് രണ്ടും എന്താണ്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. രണ്ടിനും ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് ആംഗിളും അതുപോലെ തന്നെ സ്ട്രെയിനും. നാലാമതായിട്ട് തന്നിരിക്കുന്നത് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ഇമ്പൾസും മൊമെൻറ്റവും ഒരേ ഡയമെൻഷണൽ ഫോർമുല ക്വാണ്ടിറ്റിയാണ്. രണ്ടിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല mL(T⁻⁻1) ആണ്. കൂടാതെ ഇമ്പൾസും വെക്ടറാണ്, മൊമെൻറ്റവും വെക്ടറാണ്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, ആംഗിളിനും സ്ട്രെയിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ഏതാണ് ആൻസർ വരേണ്ടത്? ആംഗിൾ ആൻഡ് സ്ട്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1 ലൈറ്റ് ഇയർ എത്രയാണ്? 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റുഡൻറ് വാസ് ആസ്ക്ഡ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ. ഹി റോട്ട് ദ ഇക്വേഷൻ ആസ് y ഈസ് ഈക്വൽ ടു a sin 2π vt ഡിവൈഡഡ് ബൈ k, where v is the velocity at an instant. For the equation to be dimensionally correct, what should be the dimension of k? നമ്മൾക്ക് തന്നിരിക്കുന്നത് ഒരു കുട്ടി സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു a sin 2π vt ഡിവൈഡ് ബൈ k ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? k ആണ്. k വരുന്നത് ഈ സൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്.
അല്ലേ? അതുകൊണ്ട് 2π(vt) ഡിവൈഡ് ബൈ കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അതിൽ തന്നെ 2π എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിനെ ഒഴിവാക്കാം. സോ വി ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് vt ഡിവൈഡ് ബൈ കെ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് കിട്ടും. വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1 ആണ്. ടി എന്ന് പറയുന്നത് ടൈം ആണ്. ഇറ്റ്സ് ഡയമെൻഷൻ ഫോർമുല ഈസ് ക്യാപിറ്റൽ ടി. ദെർഫോർ കെ ഈസ് ഈക്വൽ ടു എൽ. സോ ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് കെ ഈസ് എൽ, ലെങ്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിരിക്കും? ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവ് എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ എന്താണ്? ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ലാത്തതും യൂണിറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചോദിച്ചത്. നമുക്ക് കുറേയധികം എക്സാമ്പിൾസ് അറിയാം. സ്ട്രെയിൻ ഉണ്ട്, അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ റിലേറ്റീവ് പെർമിയബിലിറ്റി. ഇങ്ങനെ കുറേയധികം ക്വാണ്ടിറ്റീസിന് ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് യൂണിറ്റ് ഇൻ SI സിസ്റ്റം. ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട്. ഏതാണ്? ആംഗിൾ. അതിന് ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട്. SI യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്, RAD അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ദ സെയിം ഡയമെൻഷൻസ്. ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് ചോദിച്ചത്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അതുപോലെ വർക്ക്, എനർജി, ടോർക്ക്. ഇത് മൂന്നിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. അല്ലെങ്കിൽ മൊമെൻറ്റം, ഇമ്പൾസ്, അത് രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ആ രണ്ടിൻ്റെയും ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. അതുപോലെ നമുക്ക് പറയാം ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. ഇങ്ങനെ കുറേ അധികം ക്വാണ്ടിറ്റീസിന് ഒരേ ഡയമെൻഷൻ ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ ഫോക്കസ് ഏരിയ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കാണുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കമ്പനി മാനുഫാക്ചറിങ് PVC പൈപ്സ് claims in an advertisement that the volume of water flowing out through a pipe in a given time is as per the equation V equal to KA square UT, where A is the area of cross section of the pipe, U is the speed of flow, T is the time, and K is a dimensionless constant. First one, name the principle that can be used to check the dimensional correctness of this equation. നമുക്കറിയാം ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് ദ ഇക്വേഷൻ ആൻഡ് സ്റ്റേറ്റ് വെദർ ദ ക്ലെയിം ക്യാൻ ബി കറക്റ്റ്. ഇവർ പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് തന്നൊരു ഇക്വേഷൻ എന്താണ്? V is equal to KA square U into T ആണ്. അവിടെ V എന്ന് പറയുന്നത് വോളിയമാണ്. ഇതിൻ്റെ ഡയമെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ L³ എന്ന് വരും. K എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാം. ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്, അതിൻ്റെ സ്ക്വയർ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് L² ഹോൾ സ്ക്വയർ. U എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1. ഈ ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T ആണ് അല്ലേ? അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിനെ മാറ്റി എഴുതി എന്താ കിട്ടുക? L³ ഈസ് ഈക്വൽ ടു L⁻⁴ ഇൻറ്റു LT⁻⁻1 ഇൻറ്റു T എന്ന് പറയുമ്പോൾ LT⁻�0. ഇതിനൊന്നുകൂടി മാറ്റി എഴുതിയാൽ L³ ഈസ് ഈക്വൽ ടു L⁻⁴ ഇൻറ്റു L⁻⁵. T⁻�0 1 ആണ്. ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? LHS RHS ഈക്വൽ അല്ല. സോ ദിസ് ഇക്വേഷൻ ഈസ് റോങ്. ഓക്കെ, ഇതൊരു തെറ്റായിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: മെക്കാനിക്കൽ പവർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ P ഈസ് ഈക്വൽ ടു F ഇൻറ്റു V പ്ലസ് AV² rho, where F is the force, V is the velocity, A is the area, and rho is the density. First question, the dimensional formula of power is. പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് വേണ്ടത്. നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ml² T⁻⁻2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T. മാറ്റി എഴുതിയാൽ കിട്ടുന്നത് ml² T⁻⁻3. ഇതാണ് പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ എബോ ഇക്വേഷൻ. മുകളിൽ തന്ന ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ എന്താണ്? P ഈസ് ഈക്വൽ ടു F ഇൻറ്റു V പ്ലസ് AV² rho. അവിടെ പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക, ml² T⁻⁻3. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ml⁻⁻2. വെലോസിറ്റിയുടേത് LT⁻⁻1 പ്ലസ്
എ എന്ന് പറയുന്നത് ഏരിയ ആണ്, ദാറ്റ് ഈസ് എൽ സ്ക്വയർ. വെലോസിറ്റിയുള്ളത് എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെൻസിറ്റി എം എൽ റേസ് ടു -3. ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ എൽ സ്ക്വയർ വരും. ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു -1 ടി റേസ് ടു -3 എന്ന് വരും. പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു എം എൽ റേസ് ടു -3 അല്ലേ? ഇതിനെ വീണ്ടും മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -3 പ്ലസ് എം ഇൻറ്റു അല്ലേ എം ഇൻറ്റു എൽ സ്ക്വയർ എൽ റേസ് ടു 4 ഇൻറ്റു എൽ റേസ് ടു -3 എന്ന് പറയുമ്പോൾ എൽ വരും. ബാക്കിയുള്ളത് ടി റേസ് ടു -2. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ എൽ എച്ച് എസും ആർ എച്ച് എസും നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നത്? എൽ എച്ച് എസിലും ആർ എച്ച് എസിലുള്ള എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ സെയിം അല്ല. സോ എൽ എച്ച് എസ് ഈസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ്. സോ ദ ഇക്വേഷൻ ഈസ് റോങ്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് കാൺ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡയമെൻഷണൽ മെത്തേഡ്? ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഇക്വേഷൻ ഏതെന്നാണ് ചോദ്യം. നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്, ലോഗരിതമിക് ഫങ്ഷൻസ്, അതുപോലെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതൊന്നും വരുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്നതിൽ n ഈക്വൽ ടു n0 e റേസ് ടു മൈനസ് ലാംഡ ടി, ഈ ഇക്വേഷൻ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, ഡയമെൻഷണൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇത് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെയുള്ള കേസിൽ നമുക്ക് അറിയുന്നത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ജി എം സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. അതിനെ മാറ്റി എഴുതിയാൽ ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ഡിവൈഡ് ബൈ മാസ് സ്ക്വയർ. ശരിയല്ലേ? അടുത്തത് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക, അതുപോലെ ഡിസ്റ്റൻസിൻ്റെ അപ്ലൈ ചെയ്യുക, മാസിൻ്റെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 ആണ്. അതായത് ഇതാണ് വരുന്നത്. ശരിയല്ലേ? ഇനി നമുക്കറിയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. എന്താ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് എഴുതാം. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്, ഡയമെൻഷൻ ഇല്ല, 1 ആണ്. ഓക്കെ, അതായത് ഏതാ ഇക്വേഷൻ വരിക? ഫോഴ്സ് പെർ ഏരിയ ഡിവൈഡ് ബൈ നമ്പർ. ശരിയല്ലേ? ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക, ഏരിയ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്നത് എന്താണ്? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ഇതാണ് വരിക. ഓക്കെ, അതുകൊണ്ട് വിസ്കോസിറ്റിൻ്റെ ഏതാ വരിക? വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല എം എൽ റേസ് ടു -1 ടി റേസ് ടു -1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു ഡാഷ്. നമുക്കറിയാം ഒരു മൈക്രോൺ അല്ലെങ്കിൽ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10 റേസ് ടു -6 മീറ്റർ ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഹെഡ്സ് എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റുഡൻറ്റ് റൈറ്റ്സ് ദ ഇക്വേഷൻ ഓഫ് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി ആസ് എം ഈസ് ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ, where m0 is the rest mass and c is the speed of light. What is the dimension formula for x? ഇത് ഐൻസ്റ്റീൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചത്. ഇക്വേഷൻ തന്നിരിക്കുന്നത് എം ഈസ് ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ആണ്. ഇവിടെയുള്ള കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. എക്സ് വരുന്നത് ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേം 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ആണ്. ഇങ്ങനെ എഴുതണമെങ്കിൽ 1ൻ്റെ ഡയമെൻഷൻ ഫോർമുലയും എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഡയമെൻഷൻ ഫോർമുലയും സെയിം ആയിരിക്കണം. ശരിയല്ലേ? സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 1 അല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ ഡയമെൻഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -1. അതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെയാണ്, അതായത് എൽ ടി റേസ് ടു -1. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ് ഇപ്രാവശ്യം വരിക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഓക്കെ, ഇത് പഠിക്കുക. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.